ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തിങ്കളാഴ്ച നമ്മൾ സൈക്കോളജിയുടെ പല തലങ്ങളാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് യൂണിവേഴ്സൽ ലോസ് എന്ന് പറയുന്ന തലത്തിൽ ഒരുപക്ഷെ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തലം തന്നെയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. സ്വബോധം എന്നോ ബോധം എന്നോ എന്നൊക്കെ പല രീതിയിൽ അതിന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സും അതിനോടുകൂടി സെൽഫ് അവെയർനെസ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ മനുഷ്യനായി മാറുന്നത്. അതിൻ്റെ പല തലങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് മനോജ് കുമാർ സാറാണ്. സാറ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ യൂണിവേഴ്സൽ ലോയിലെ പല തരത്തിലുള്ള ലോസ് കുറിച്ച് പറയുകയായിരുന്നു. സോ നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മനോജ് സാർ യു ആർ വെൽക്കം. താങ്ക് യു സബു സാർ. വേറൊരു മനോഹരമായ സായാഹ്നത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിനും എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ആണ് ഫണ്ടമെന്റൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ആൻഡ് സെൽഫ് അവയർനെസ് ആണ്. അത് ഫിസിക്കൽ, മെന്റൽ, ഇന്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ പ്ലെയിൻസ്. ഞാനിങ്ങനെ ഒരു 4 തലങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ നമ്മുടെ ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സിനെ ഒന്ന് എത്തി നോക്കി. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഒരു അവയർനെസ് ഒരു അടിസ്ഥാന കാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാന ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രാപഞ്ചിക ബോധം അല്ലെങ്കിൽ സാർവത്രിക ബോധം എന്നൊക്കെ പറയും, സാബു സാറ് പറഞ്ഞതുപോലെ. പിന്നെ നമ്മുടെ സ്വയം അവബോധം, ഇങ്ങനെ 2 കാര്യങ്ങളാണ്. അപ്പം പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ 2 കാര്യങ്ങളാണ്. പ്രാപഞ്ചിക ബോധം, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു അബ്സല്യൂട്ട് ഒരു എക്സിസ്റ്റൻസ് ആണ്, കോൺഷ്യസ്നെസ് ആണ്. മലയാളത്തിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എൻ്റെ അറിവിൽ പറഞ്ഞാൽ ഒരു സമ്പൂർണ്ണ അസ്തിത്വം ഉണ്ട് അതിനകത്ത്, ഒരു ആനന്ദം, ബോധമൊക്കെയാണ്. അപ്പോൾ അസ്തിത്വത്തെക്കുറിച്ചാണ് നമ്മുടെ കോൺഷ്യസ്നെസ് കൂടുതലും പറയാറുള്ളത്, പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ആ അസ്തിത്വവും. അപ്പോൾ ആ യൂണിവേഴ്സൽ കോൺഷ്യസിന്റെ ഒരു ചെറിയ ഭാഗം അല്ലേ നമ്മളും. നമ്മളുടെ ഒരു തിരിഞ്ഞു നോട്ടമൊക്കെ നടത്തിയാൽ ശരിക്കും വി ആർ ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ് യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്. നമ്മളും അതൊക്കെയാണ് ക്യാരി ചെയ്യുന്നത്. നമ്മുടെ ഒരു തിയറി പറയാറുണ്ട്, ഇപ്പോൾ സ്പേസും ടൈമും ഒക്കെ യൂണിവേഴ്സിന് ബാധകമല്ലെന്നാണ് പറയുന്നത്. അത് മനുഷ്യർക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മാത്രമേ സ്പേസ്. കാര്യം ഒരു ചെറിയ ഉദാഹരണം ഞാൻ ഈയിടെ കേട്ടത്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു കുടത്തിൽ ഒരു എംറ്റി കുടം എടുത്ത് അതിനകത്ത് ഒരു സ്പേസ് ഉണ്ട്, പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ആ കുടം അവിടെ വന്നെങ്കിലും അതിനകത്തെ കണ്ടന്റ് ഒന്നാണ്. അപ്പൊ അതുപോലൊരു സങ്കല്പമാണല്ലോ നമ്മുടെ ഈ കോൺഷ്യസ്നെസ് പറയുന്നത്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സാർവത്രിക ഒംനിപൊട്ടന്റ്, ഒംനിസിയൻസ് എന്നൊക്കെ പറയുന്ന തലത്തിൽ കുറച്ചുകൂടെ ഒരു സ്പിരിച്വൽ ലൈനിലേക്ക് പോയി അങ്ങനെ വരെ പറയാം. അപ്പോൾ നമ്മൾ അതൊന്നും നോക്കുന്നില്ല. നമ്മൾ അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ, വളരെ അടിസ്ഥാനപരമായിട്ട് ഇതെന്തൊക്കെയാണെന്ന് അറിയാനുള്ള നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഇതിനെക്കുറിച്ചൊക്കെ സാബു സാറ് കുറച്ചു കാലമായിട്ടൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല സബ്ജക്റ്റും നമ്മളൊക്കെ ഇവിടെ ചർച്ച ചെയ്യാറുണ്ട്. പലതരത്തിലുള്ള ഡിസ്കഷൻസ് ഇവിടെ നടന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സബ്ജക്റ്റിലേക്ക് പോകാനുള്ള ഒരു പ്രേരണ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഈ യൂണിവേഴ്സൽ ലോകളെ കുറിച്ച് കുറച്ച് പഠിക്കുകയും കുറച്ച് അതിനെക്കുറിച്ചുള്ള ഒരു എത്തിനോട്ടം നടത്തിയപ്പോൾ, അപ്പോൾ ഇങ്ങനെയും ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടി ഒന്ന് ചെറിയ രീതിയിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയാനും പരസ്പരം ചർച്ച ചെയ്യാനൊക്കെ ഉള്ള ഒരു ചെറിയ ശ്രമമാണ് ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ വ്യക്തിപരമായി പറഞ്ഞാൽ വ്യക്തികൾ മുതൽ പ്രപഞ്ചം വരെ അടങ്ങുന്ന ഒരു അസ്തിത്വമാണല്ലോ. അതാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ എല്ലാ വശങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഏകീകൃത അവബോധമാണ് നമ്മുടെ ഈ സാർവത്രിക അവബോധം അല്ലെങ്കിൽ പ്രാപഞ്ചിക ബോധം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെയൊക്കെ ഒരു അംശമാണ് നമ്മളെന്ന അവബോധവും. അതാണ് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ്. അപ്പോൾ അതിനെ ബേസ് ചെയ്താണ് ഞാൻ ഇന്ന് ഇവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കാനും പോകുന്നത്. ഇത് ആക്ച്വലി ഒരു ഹയർ കോൺഷ്യസ്നസ് ലെവലുണ്ട്, ശരിക്കും ഉയർന്ന തലമുണ്ട്, ഒരു ഹയർ ലെവലിലുള്ള ഒരു ചിന്ത നമ്മൾക്ക് ഇതിനകത്ത് കൊടുത്തു നോക്കാം. അപ്പോൾ ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു സ്വയം അവബോധത്തിൽ സാർവത്രിക ബോധം നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കുകയും അതൊക്കെ സമന്വയിപ്പിക്കുകയും ഈ ചെയ്യുന്ന ഈ അഗാധമായ ഒരു വളർച്ചയാണ്
അപ്പോൾ അത് നമ്മളെ എന്താണ് ഒരു ചെറിയ അവബോധത്തിലേക്ക്, ഒരു ജ്ഞാനോദയത്തിലേക്ക് നയിക്കും എന്നുള്ള ഒരു ചെറിയ കൺസെപ്റ്റിൽ കൂടെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇത് നമുക്ക് നോക്കാം. ഇപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. ഈ ഇൻട്രൊഡക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ ഈ ഫണ്ടമെന്റൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ആൻഡ് അവയർനെസിന്റെ ഇന്റലക്ച്വൽ ആൻഡ് ഒരു സ്പിരിച്വൽ തലമുണ്ട്. ഒരു ഏകീകൃത അവബോധം ഇതിനകത്ത് നമ്മൾ കൊണ്ടുവരാനായിട്ടാണ് ഇതിനകത്ത് നമ്മളൊരു ശ്രമം നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഈ യൂണിവേഴ്സൽ കോൺഷ്യസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ നോക്കിയാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷനൊക്കെ നോക്കിയാൽ, എന്താണ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ഈസ് ദ ഐഡിയ ദാറ്റ് എ യൂണിഫൈഡ് അവയർനെസ് connects all aspects of existence from individuals to cosmos. അപ്പോൾ എന്താണ് ഈ ഏകീകൃത അവബോധം എന്ന് പറയുന്നത്? വ്യക്തികൾ മുതൽ പ്രപഞ്ചം വരെ അസ്തിത്വത്തിന്റെ എല്ലാ അംശങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആശയമാണ് ഈ കോൺഷ്യസ് എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമതുള്ളതാണ് ഈ ഹൈ ലെവൽ സെൽഫ് അവയർനെസ്. അപ്പോൾ ഈ പരമ അസ്തിത്വ ബോധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ ഈ സ്വയം അവബോധത്തിൽ നമ്മൾ ഈ സാർവത്രിക അവബോധം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും മനസ്സിലാക്കുകയും അത് നമ്മൾ മുന്നോട്ട് പോവുകയും, അങ്ങനെയാണ് നമ്മുടെ ഈ ലൈഫുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തതൊക്കെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്, മറ്റേത് സെൽഫ് അവയർനെസ്, അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ സെൽഫ് അവയർനെസിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ഒരു ഡെഫിനിഷൻ പാർട്ട് മാറിയാണ് നമ്മളിതിനെ കാണേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഇങ്ങനെ ഒരു കാര്യത്തിലൊക്കെ എത്തി നോക്കുന്നത്, അവർ എയിം ഈസ് ടു എക്സ്പ്ലോർ ദ ഒറിജിൻസ്. ഇതിൻ്റെയൊക്കെ ഒറിജിൻ എവിടെയാണെന്ന് അറിയണമല്ലോ. ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നസിൻ്റെ ഒറിജിൻ എന്താണ്, അതിൻ്റെ മറ്റുള്ള ആസ്പെക്ട്സ് എന്താണ്, ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ആൻഡ് ഹൈ ലെവൽ സെൽഫ് അവയർനെസ് അക്രോസ് ദിസ് ഫിസിക്കൽ, മെൻ്റൽ, ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ ലെവൽ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 3 തരത്തിലാണ് നമ്മൾ ഇതിനെ നോക്കുന്നത്. ഇതിൻ്റെ എയിമും ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ് ആ രീതിയിലേക്കാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഇനി ഇതിനെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്, ഒരു കുറച്ചുകൂടെ ഒരു രീതിയിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നീങ്ങിയാൽ, ഇതിൻ്റെ ഡെഫിനേഷൻ ഞാൻ പറഞ്ഞെങ്കിൽ കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ നോക്കിയാൽ, യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ഈസ് ദ ഐഡിയ ദാറ്റ് എ സിംഗിൾ യൂണിഫൈഡ് അവയർനെസ് അണ്ടർലൈൻസ് ആൻഡ് കണക്ട്സ് ഓൾ എൻറ്റിറ്റീസ് ഇൻ ദ യൂണിവേഴ്സ്. അതായത് പ്രപഞ്ചത്തിലുള്ള ഈ എല്ലാ ഒരു ഏകീകൃത അവബോധത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളെയും അതിൻ്റെ ഒരു ബേസാക്കുക, അടിത്തറയാക്കുകയും അതിനെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് യൂണിവേഴ്സിൽ നിൽക്കുന്ന മനുഷ്യനടക്കം എല്ലാ ജീവജാലങ്ങളും അടങ്ങുന്ന ആശയമാണ് നമ്മൾ സാർവത്രിക ബോധം അല്ലെങ്കിൽ പ്രാപഞ്ചിക ബോധം എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്കതിൻ്റെ മറ്റ് പ്രാധാന്യം, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നോക്കിയാൽ, ഇറ്റ് ചലഞ്ചസ് ദ ബൗണ്ടറീസ് ഓഫ് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ്, സജസ്റ്റിംഗ് എ ഡീപ്പർ കളക്റ്റീവ് അവയർനെസ്. അതാണ്. അപ്പോൾ നമ്മുടെ ഒരു വ്യക്തിഗത ബോധത്തിൻ്റെ അതിർവരമ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ മറികടന്ന് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ആഴത്തിലുള്ളതും കൂട്ടായിട്ടുള്ള അവബോധം ഒന്ന് നിർദ്ദേശിക്കാനാണ് നമ്മുടെ ഈ സിഗ്നിഫിക്കൻസിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിൻ്റെ എന്താണ് ഇതിൻ്റെ സ്കോപ്പ്, അല്ല അതിൻ്റെ ഡെപ്ത് എന്ന് നോക്കുമ്പോൾ, ഇറ്റ് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ഹ്യൂമൻ കോൺഷ്യസ്നസ്. അതാണ് നമ്മുടെ ഒരു ഹ്യൂമൻ കോൺഷ്യസ്നസിനേക്കാളും അപ്പുറത്തുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യബോധത്തിൻ്റെ ബോധത്തിന് അപ്പുറത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും പ്രകൃതിയെയും പ്രപഞ്ചത്തെയൊക്കെ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ സ്കോപ്പ്. സോ എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് human consciousness to include all living beings, nature and cosmos. അപ്പോൾ അതിനകത്തെല്ലാം ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ഒറിജിൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ എപ്പോഴും ഇതിനെ ഇങ്ങനെ കാണുമ്പോൾ ഇതിൻ്റെ ഒരു സ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ഫിലോസഫി പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇത് പറയുന്നത്, നമ്മൾ ഒന്ന് നോക്കുമ്പോൾ ഏൻഷ്യൻ്റ് ഫിലോസഫിയിലേക്ക് നോക്കുമ്പോൾ ഇതിനെ ഇതിനകത്ത് പ്രത്യേകിച്ച് മത വ്യാഖ്യാനങ്ങളൊന്നും കാണരുതെന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. എങ്കിലും നമ്മുടെ ഫിലോസഫിക്കലായിട്ട് പല മതങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യം, എല്ലാ മതങ്ങളിലും നിലനിൽക്കുന്ന മതങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം മാത്രമാണ്. സോ ഹിന്ദുസം പറയുന്നു, ദ കൺസെപ്റ്റ് ഓഫ് ബ്രഹ്മൻ, ദി അൾട്ടിമേറ്റ് റിയാലിറ്റി ആൻഡ് യൂണിവേഴ്സൽ
കോൺഷ്യസ്നസ്, അതാണ് ബ്രഹ്മസങ്കല്പം എന്നൊക്കെ പറയുന്നത്. ഒരു ആത്യന്തിക യാഥാർത്ഥ്യമാണ്, അതിനെ ബോധവുമാണ്. അതിനാണ് ബ്രഹ്മ സങ്കല്പം എന്നൊക്കെ ഹിന്ദു മതത്തിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ബുദ്ധിസത്തിലും ഇതിനോട് തന്നെ ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഐഡിയയാണ് ഐഡിയ ഓഫ് ഇന്റർ കണക്റ്റഡ്നെസ് ആൻഡ് ദി യൂണിവേഴ്സൽ മൈൻഡ്. അതാണ് പരസ്പര ബന്ധത്തിന്റെ സാർവത്രിക മനസ്സിന്റെയും ആശയമാണ് ബുദ്ധിസം പറയുന്നത്. ഇനി താവോയിസവും പറയുന്നത് താവോ ദ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ദാറ്റ് അണ്ടർലൈൻസ് ആൻഡ് യൂണിഫൈസ് ഓൾ ദ തിങ്സ്. എല്ലാറ്റിനും അടിത്തറയിടുകയും ഏകീകരിക്കുകയും ചെയ്യുന്ന അടിസ്ഥാന തത്വമാണ് ഈ താവോയിസവും പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ബൈബിളിക്കൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലെ ഇതിന്റെ ഒരു വിവരണം നോക്കിയാൽ, ദ കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ഈസ് ഓഫൺ ലിങ്ക് ടു ദ ഐഡിയ ഓഫ് പാൻപിസ്റ്റിസം, വിച്ച് സജസ്റ്റ് ദാറ്റ് കോൺഷ്യസ്നസ് ഈസ് എ ഫണ്ടമെന്റൽ ഫീച്ചർ ഓഫ് ദ യൂണിവേഴ്സ്. അപ്പോൾ ഈ സാർവത്രിക ബോധം എന്ന ആശയം ഈ പാൻപിസ്റ്റിസം എന്ന ആശയവുമായിട്ട് നമുക്ക് ഇതിനെ ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീക്ഷണം അനുസരിച്ചിട്ട് ജീവനുള്ളതോ അല്ലാത്തതോ ആയ എല്ലാ വസ്തുക്കൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ബോധമോ അനുഭവമോ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഈ തത്വം പറയുന്നത്. അപ്പോൾ ഇതിനൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു അർത്ഥം നോക്കിയാൽ, ആറ്റങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ മൈക്രോ ആറ്റങ്ങളിലെ ഘടകങ്ങൾ പോലുള്ള ഏറ്റവും ചെറിയ കണികൾക്ക് പോലും ഒരു മാനസിക വശമുണ്ടെന്ന് ഇതിനൊരു ചെറിയ വ്യാഖ്യാനം കൂടെ ഉണ്ട്. അടുത്ത ഇസ്ലാം തത്വചിന്തയിൽ കൂടെയൊക്കെ നമ്മളെ ഈ സുഫിസത്തിൽ കൂടെയൊക്കെ ഇതിനൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം, ദ കൺസെപ്റ്റ് ഓഫ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ഈസ് എക്സ്പ്ലോർഡ് ത്രൂ ദി ലെൻസ് ഓഫ് സുഫിസം. ഇതിന് വ്യക്തമായിട്ടുള്ള വരികൾ ഈ സുഫിസമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ പറയുന്നുണ്ട്. ദാറ്റ് എംഫസൈസസ് യൂണിറ്റി ഓഫ് ഓൾ എക്സിസ്റ്റൻസ് ആൻഡ് ദി ഐഡിയ ദാറ്റ് എവറിത്തിങ് ഇൻ യൂണിവേഴ്സ് ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ഡിവൈൻ റിയാലിറ്റി. ഇതാണ് പറയുന്നത്. അപ്പോൾ സാർവത്രിക ബോധം എന്ന ആശയം ഞാൻ പറഞ്ഞ പോലെ സുഫിസത്തിൻ്റെ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ അസ്തിത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രപഞ്ചത്തിലെ എല്ലാ ദിവ്യ യാഥാർത്ഥ്യങ്ങളുടെയും ഒരു ആവിഷ്കാരം ആണെന്നുള്ള ആശയമാണ് ഇതിൽ പറയുന്നത്. കുറച്ച് പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിലും ഇതിൻ്റെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം ഞാൻ ഈ 3 ഏൻഷ്യൻ്റ് ഫിലോസഫികൾ കൂടി എനിക്ക് കാണാൻ കഴിഞ്ഞ വ്യാഖ്യാനമാണ്. അത് മറ്റു തരത്തിലുള്ള പല വ്യാഖ്യാനങ്ങളും നമുക്ക് കാണാം, അതിൻ്റെ ഡെപ്തിലുള്ള മറ്റ് മീനിങ്ങിലൊക്കെ പോവാം. എങ്കിലും നമ്മൾ ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫിലോസഫിക്കൽ ഒരു ഒറിജിൻസിനെ കുറിച്ച് നമ്മൾ ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നസിനെ കുറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ തത്വചിന്തകൾ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് കാണാൻ പറ്റും. അടുത്തത് ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള ഈ യൂണിവേഴ്സൽ ലോ ഒക്കെ അതിനെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തുമ്പോൾ അതിൻ്റെ ഒരു സയൻറ്റിഫിക് വശങ്ങൾ കൂടെ ഞാൻ നോക്കാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട്. പലതരത്തിൽ അത് എങ്ങനെ നമ്മളിപ്പോൾ സയൻസും പിന്നെ ഒക്കെ ആയിട്ടുള്ള കാലഘട്ടങ്ങളിലോട്ട് പല കാര്യങ്ങളും സത്യമാണ്, നമ്മൾ സയൻസിൽ കൂടെ പ്രൂവ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും അംഗീകരിക്കപ്പെടുമെന്നൊക്കെയുള്ള ഉണ്ടെങ്കിലും അതിനപ്പുറമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സത്യാവസ്ഥയുണ്ട്. പക്ഷേ അതിന് സയൻസുമായിട്ട് നമുക്കൊരു പരസ്പര ബന്ധം ഒക്കെ നമുക്ക് ഇതിൽ കാണുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും യൂണിവേഴ്സൽ ലോകളിൽ പറയുന്നത് ഇതിന് ക്വാണ്ടം ഫിസിക്സുമായിട്ട് നമുക്ക് ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നസിനെ നമുക്ക് ബന്ധിപ്പിക്കാം. എന്താണ് വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത്? സജസ്റ്റ് ഇന്റർ കണക്റ്റഡ്നെസ്. അതാണ് രണ്ട് കാര്യങ്ങളാണ്. ഇന്റർ കണക്റ്റഡ്നെസ് ഉണ്ട് എല്ലാ കാര്യങ്ങളിലും. ഇറ്റ് സജസ്റ്റ് ഇന്റർ കണക്റ്റഡ്നെസ് അറ്റ് ദ ക്വാണ്ടം ലെവൽ. അപ്പോൾ ക്വാണ്ടം ലെവലിലാണ് ഈ പരസ്പര ബന്ധത്തെ ഈ ക്വാണ്ടം ഫിസിക്സിൽ കൂടെ നമ്മൾ യൂണിവേഴ്സൽ കോൺഷ്യസ്നസിനെ കാണുന്നത്. അടുത്തത് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് ആണ്. ഒരു ബന്ധമുണ്ട് ഇത് തമ്മിൽ. പാർട്ടിക്കിൾസ് റിമെയിൻ കണക്റ്റഡ് അക്രോസ് ദ വാസ്റ്റ് ഡിസ്റ്റൻസസ് ഇൻഡിക്കേറ്റിംഗ് എ ഡീപ്പർ കണക്ഷൻ. ഈ കണികൾ വളരെ ദൂരമായ വിശാലമായിട്ടുള്ള കണികകൾ വളരെ ദൂരെ ഇരുന്ന് കഴിഞ്ഞാൽ പോലും അതൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഇന്റർ കണക്ഷൻ ഉണ്ടെന്നും ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിൽ പറയുന്നുണ്ട്, ക്വാണ്ടം ഫിസിക്സിൽ. അടുത്തതിന് ന്യൂറോ സയൻസുമായിട്ട് എന്താണ് ബന്ധമെന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ന്യൂറോ സയൻസിൽ കൂടി ഇതിനെ ഈ ബ്രെയിൻ കണക്ടിവിറ്റിയോടൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദ സ്റ്റഡി ഷോയിങ് ദാറ്റ് ഹൗ ഇൻഡിവിജ്വൽ ബ്രെയിൻസ് ആർ കണക്റ്റഡ് ടു എ ലാർജർ നെറ്റ്വർക്ക്. നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റിയൊക്കെ നോക്കിയാൽ പല തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കണ്ടിട്ടുണ്ട്.
നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു നെറ്റ്വർക്കാണ്. അത് എല്ലാം ഇന്റർ കണക്റ്റഡുമാണ്. അതാണ് ന്യൂറോ സയൻസിൽ പറയുന്ന ഇന്റർ കണക്റ്റഡ്നെസ്. ഇനി ഈ കോൺഷ്യസ് റിസർച്ച് ഒക്കെ നമ്മൾ നടത്തി നോക്കിയാൽ നമുക്കറിയാം, ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ടു ഹൗ കോൺഷ്യസ്നസ് മൈറ്റ് എക്സ്റ്റെൻഡ് ബിയോണ്ട് ഇൻഡിവിജ്വൽ ബ്രെയിൻസ്. നമ്മൾ വ്യക്തിഗത ഓരോരുത്തരുടെയും ബ്രെയിൻ ആക്ടിവിറ്റിയിലേക്ക് ബോധത്തെ വ്യാപിപ്പിക്കാൻ നമുക്ക് ഈ ബ്രെയിൻ കണക്ടിവിറ്റിയിൽ കൂടെ സാധിക്കുമെന്നും നമുക്ക് ഈ ന്യൂറോ സയൻസ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇതിൻ്റെ പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധം നമ്മൾ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് നോക്കുമ്പോൾ നമുക്കറിയാം, അണ്ടർസ്റ്റാൻഡിങ് ഇക്കോസിസ്റ്റംസ് ആസ് ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക്. ഈ നമ്മൾ കാണുന്ന ഈ ആവാസ വ്യവസ്ഥകൾ പോലും പരസ്പരം ബന്ധപ്പെട്ടതാണ്. ഒന്നോ അതിലധികമോ ബന്ധങ്ങളുള്ള ആവാസ വ്യവസ്ഥകളെ നമുക്ക് അതിൻ്റെ ഒരു നെറ്റ്വർക്കിനെയാണ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നത്. ഈ ഗിയ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞ വേറൊരു വലിയ 1970കളിലെ ഒരു ഹൈപ്പോത്തിസിസ് നടത്തിയിരുന്നു. അതിൻ്റെ അതായത് പരസ്പര ബന്ധമായ എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു സിദ്ധാന്തം ജെയിംസ് ലൈവ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു ഫിലോസഫറും അദ്ദേഹം ഒരു സയന്റിസ്റ്റും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത് ഭൂമിയും അതിൻ്റെ ജൈവ വസ്തുക്കളും ഒരു വലിയ ഒറ്റ ജീവിതമായി കാണുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ജൈവവസ്തുക്കളടക്കം മനുഷ്യരും നമ്മുടെ പ്രപഞ്ചവും അടങ്ങുന്ന ആ ഒരു സിസ്റ്റം ഈ സിദ്ധാന്തത്തിലൂടെ നോക്കുമ്പോൾ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ അവരുടെ ജൈവ ചുറ്റുപാടുകളും അജൈവ ചുറ്റുപാടുകളും ഒക്കെ ആയിട്ട് ഇടപഴകുകയും നമ്മുടെ അവസ്ഥകൾ നിലനിർത്താനും അതിൽ കൂടെ ഒരു സിനർജി ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഹൈപ്പോത്തിസിസ് ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇന്റർ കണക്റ്റഡ് ആയിരിക്കുന്നതെന്നുള്ള മറ്റു തരത്തിലുള്ള പഠനങ്ങൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സബ്ജക്റ്റാണ് സത്യത്തിൽ ഇത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടത് ഭൂമിയിലെ പരിസ്ഥിതിയുടെ ഒരു സുസ്ഥിരതയ്ക്ക് നമ്മുടെ മനുഷ്യ ജീവിതവും അല്ലെ ജീവജാലങ്ങളുടെ ജീവിതവുമായി വളരെ ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹൈപ്പോത്തിസിസ് മാത്രമാണ് ആയിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടത്. അടുത്തത് നമുക്ക് ഇതിൻ്റെ ആസ്പെക്ട്സ് എന്താണ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നതിൻ്റെ ആസ്പെക്ട്സ് നമുക്ക് വളരെ ഇതിനെക്കുറിച്ച് ചുരുങ്ങി നോക്കിയാൽ 2-3 കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ 4 കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണ് നേരത്തെ പറഞ്ഞ ഇന്റർ കണക്റ്റഡ്നെസ് ഉണ്ട്, പരസ്പര ബന്ധമുണ്ട്, എല്ലാ ജീവജാലങ്ങളും ഘടകങ്ങളും പങ്കിട്ട ഒരു അവബോധത്തെ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഈ ഇന്റർ കണക്റ്റഡ് എന്ന് പറഞ്ഞ ആശയം. അതുപോലെ നോൺ ഡ്യുവാലിറ്റി ഉണ്ട്, നോൺ ഡ്യുവാലിറ്റി ഉണ്ട്. അപ്പോൾ നോൺ ഡ്യുവാലിറ്റി എന്താണ് പറയുന്നത്? ദ ബിലീവ് ദാറ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ സെൽഫ് ആൻഡ് അതർ ഓർ ദ സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ് ആർ ഓൾ ഇല്യൂഷണറി. അങ്ങനെ ആണ് പറയുന്നത്. നമ്മൾ ഈ സബ്ജക്റ്റും ഓബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കാണുന്ന പ്രപഞ്ചത്തിൽ കാണുന്ന ഓബ്ജക്ട്സുകളൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഒന്ന് സുസ്ഥിരമായിട്ടുള്ള ഓബ്ജക്ട്സുകളല്ല, അത് അവരവരുടെ അവബോധത്തിലുള്ള ഇല്യൂഷണറി മാറ്ററായിട്ടാണ് ഇതിനെ പറയുന്നത്. അത് നോൺ ഡ്യുവാലിറ്റിയും തമ്മിലുള്ള ഒരു ഫിലോസഫിയെ നോക്കുമ്പോൾ നമുക്ക് അതിനെ അങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ, നോൺ ഡ്യുവാലിറ്റിയിൽ നോക്കും. ഇനിയിപ്പോൾ അടുത്തത് ഇതിൻ്റെ ഒരു ഐക്യമുണ്ട്, ഒരു യൂണിറ്റി ഉണ്ട്. എന്താണ്? എംഫസൈസിങ് ദ വൺനെസ് ഓഫ് ഓൾ എക്സിസ്റ്റൻസ്, ട്രാൻസെൻഡിങ് ഇൻഡിവിജ്വൽ സെപ്പറേറ്റ്നെസ്. ഇതിനകത്തുള്ള ഒരു ഐക്യം എന്ന് പറയുന്നത് എല്ലാ അസ്തിത്വത്തിൻ്റെയും ഏകത്വത്തിന് ഊന്നൽ കൊടുക്കുക എന്നുള്ളതിനെ നമുക്കതിനെ ഒരു വ്യക്തിഗത പരിഗണനകൾക്കപ്പുറമായിട്ട് നമുക്ക് എല്ലാത്തിനെയും യുണൈറ്റഡ് ആയിട്ട് നമുക്ക് കാണാനുള്ള ഒരു സിസ്റ്റം. അപ്പോൾ ലാസ്റ്റിലത്തെയാണ് ഹോളിസം. ഹോളിസം എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് പാർട്സ് ഇൻ റിലേഷൻ ടു ദ ഹോൾ, റെക്കഗ്നൈസിങ് ദ ഗ്രേറ്റർ സിസ്റ്റം. അപ്പോൾ വലുതായി കാണുന്ന എല്ലാത്തിനെയും, മൊത്തത്തിലുള്ള ഭാഗങ്ങളിലെ എല്ലാത്തിനെയും ചെറിയ കണികൾ കൂടി ഒരു വലിയ സിസ്റ്റമാക്കിയാണ് ഈ പ്രപഞ്ചത്തിലെ മിക്കവാറുമുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു യുണൈറ്റഡ്നെസ് എന്നാണ് നമുക്ക് ഇതിൻ്റെ ആസ്പെക്ട്സിൽ ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നസിനെ കുറിച്ചുള്ള ആസ്പെക്ട്സുകൾ നമ്മൾ ചെറുതായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി ഇതിൻ്റെ നമ്മൾ നേരത്തെ 2 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ആയിരുന്നു. രണ്ടാമത്തെ കാര്യമാണ്
നമ്മുടെ ഹൈ ലെവൽ സെൽഫ് അവയർനെസ്, നമ്മുടെ വ്യക്തിഗതമായ ചിന്തകൾ, വികാരങ്ങൾ, അവയുടെയൊക്കെ ബന്ധം എങ്ങനെ നമ്മുടെ ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ എന്താണ് സെൽഫ് അവയർനെസ്? ഹൈ ലെവൽ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ, ഹൈ ലെവൽ സെൽഫ് അവയർനെസ് ഇൻവോൾവ്സ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൺ സെൽഫ്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഡെഫിനിഷൻ. ഇൻക്ലൂഡിങ് തോട്ട്സ്, ഇമോഷൻസ്, ബിഹേവിയേഴ്സ് ആൻഡ് ദെയർ കണക്ഷൻ ടു യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്. അപ്പോൾ നമ്മുടെ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്സുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? നമ്മുടെ ചിന്തകളിലൂടെ, വികാരങ്ങളിലൂടെ, പെരുമാറ്റങ്ങളിലൂടെ, അങ്ങനെ ഈ നമ്മുടെ ബോധവുമായിട്ടുള്ള നമ്മുടെ സെൽഫ് അവയർനെസ്സുമായിട്ട് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് വളരെ അഗാധമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇതിൻ്റെ മറ്റുള്ള കമ്പോണൻസ് നമുക്ക് നോക്കിയാൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ ഇമോഷൻസിനെയാണ്. ഇപ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് വലിയ പ്രാധാന്യമുള്ളൊരു സമയമാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ഇമോഷൻസിനെ ആണ് ശരിക്കും നമ്മളുടെ പലതരത്തിലുള്ള നമ്മുടെ ഒരു വ്യക്തിത്വമായിട്ടൊക്കെ ബാധിക്കുന്നത്. മനുഷ്യരുടെ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും ഒക്കെ ബാധിക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് നല്ലതായിരിക്കുന്ന തരത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത റെക്കഗ്നൈസിങ് ആൻഡ് മാനേജിങ് വൺസ് ഇമോഷൻസ് ആൻഡ് ഇമോഷൻസ് ഓഫ് അതേഴ്സ്. രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മുടേതായിട്ടുള്ള ഇമോഷൻസ്, പിന്നെ മറ്റ് ആൾക്കാരുടെ അവബോധത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഇതിനെ തിരിച്ചറിയുന്നുണ്ട്. അതായത് ഒരാളുടെ വികാരങ്ങളും മറ്റുള്ളവരുടെ വികാരങ്ങളും തിരിച്ചറിയുകയും അതിനെ നിയന്ത്രിക്കുകയും കൂടെയൊക്കെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടെ നമ്മൾ ചെയ്യുന്നത്. അടുത്ത കാര്യം മൈൻഡ്ഫുൾനെസ്. നമ്മളെപ്പോഴും പറയുന്ന പല നമ്മുടെ ഈ സബ്ജക്റ്റുകളിൽ പറയുമ്പോൾ മൈൻഡ്ഫുൾനെസ്, ഏകാഗ്രമായ നമ്മുടെ ചിന്തകളും നമ്മുടെ ആ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസും ഒക്കെ എല്ലാ കാര്യങ്ങളും എന്ന പോലെ ഈ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. ബീങ് പ്രസൻറ്റ് ആൻഡ് ഫുള്ളി എൻഗേജ്ഡ് ഇൻ ദ മൊമെന്റ് ടു മൊമെന്റ് ലൈഫിൽ നമുക്ക് ഇതിൻ്റെ കമ്പോണൻസിനെ നമുക്ക് സെൽഫ് അവയർനെസ്സിൻ്റെ കമ്പോണൻസ് കൂടെ നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ഇൻട്രോസ്പെക്ഷൻ, ആത്മപരിശോധന എന്നൊക്കെ പറയും. നമ്മളുടെ തന്നെ ചിന്തകൾ, വിശ്വാസങ്ങൾ, പ്രചോദനങ്ങൾ എന്നിവയൊക്കെ കുറിച്ചൊക്കെയുള്ള ഒരു അവലോകനം ആണ് ഇൻട്രോസ്പെക്ഷൻ. അടുത്തത് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സൽ കോൺഷ്യസ്നസിൻ്റെ 4 തലത്തിലാണ് നമ്മൾ ഫിസിക്കൽ പ്ലെയിനിൽ, നമ്മുടെ മെൻ്റൽ പ്ലെയിനിൽ, നമ്മുടെ ഇൻ്റലക്ച്വൽ പ്ലെയിനിൽ, നമ്മുടെ സ്പിരിച്വൽ പ്ലെയിനിൽ. അപ്പോൾ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ഫിസിക്കൽ പ്ലെയിനിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പ്ലെയിനിൽ നോക്കുമ്പോൾ, ഇപ്പോൾ അറ്റോമിക് സ്ട്രക്ചർ നോക്കിയാൽ ആറ്റംസ് ആർ കമ്പോസ്ഡ് ആൻഡ് ഇന്റർകണക്റ്റഡ് ഇൻ മൈക്രോ പാർട്ടിക്കിൾസ് ഓർ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പരസ്പര ബന്ധിതമായ ഈ കണകങ്ങൾ, അത് ആറ്റോമിക് കണകങ്ങൾ പോലും ചെറിയ ചെറിയ കണകങ്ങൾ ചേർന്ന ഇന്റർ കണക്റ്റഡ്സ് കൂടെയാണ് നമുക്ക് അതിനെ കാണാൻ കഴിയുക. അതിൻ്റെ മൈക്രോ തലത്തിൽ നോക്കിയാൽ. അടുത്തത് എക്കോസിസ്റ്റംസിൽ നോക്കിയാൽ നമുക്ക് അതും ഫിസിക്കൽ പ്ലെയിനിലാണ്. ഫിസിക്കൽ ഇന്റർ കണക്റ്റഡ്സ് വെൻ എക്കോസിസ്റ്റംസ് ആൻഡ് ദെയർ ബാലൻസ് കൂടെ നോക്കിയാൽ അതും തീർച്ചയായിട്ടും ഫിസിക്കൽ പ്ലെയിനിൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നസുമായിട്ട് കണക്ഷൻ ഉണ്ട്. അടുത്തതാണ് എനർജി ഫ്ലോ. ദാറ്റ് ഈസ് അനദർ ദ കൺസർവേഷൻ ഓഫ് എനർജി. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്, ഓൺലി ട്രാൻസ്ഫോർഡ്. എനർജി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇതേ സബ്ജക്റ്റിനെ കുറിച്ച് തന്നെ പറഞ്ഞിരുന്നു. അടുത്തത് ബയോളജിക്കൽ എനർജി ട്രാൻസ്ഫർ, ഹൗ എനർജി മൂവ്സ് ത്രൂ ദി ലിവിങ് സിസ്റ്റം. ഇതിൻ്റെയും എല്ലാം പരസ്പരമായിട്ടുള്ള ബന്ധങ്ങൾ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് ഫിസിക്കൽ പ്ലെയിനിൽ നമുക്ക് തന്നെ അത് കാണാൻ കഴിയും. അടുത്തത് ഹെൽത്ത് ആൻഡ് വെൽനെസ്. ഇത് നമ്മുടെ ആരോഗ്യവും ക്ഷേമവും എങ്ങനെ ഇതിനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം നോക്കുമ്പോൾ, ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അപ്രോച്ചിങ് ഹെൽത്ത് ബൈ കൺസിഡറിങ് ദ ഹോൾ പേഴ്സൺ, മൈൻഡ്, ബോഡി ആൻഡ് സ്പിരിറ്റ്. നമ്മുടെ അടുത്തതാണ് ഫിസിക്കൽ പ്രാക്ടീസസ്, എങ്ങനെ നമ്മൾ ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നസിനെ
ഫിസിക്കൽ തലത്തിൽ നമ്മുടെ ഫിസിക്കൽ പ്ലെയിൻ എങ്ങനെ കാണുന്നു നോക്കിയാൽ യോഗയുണ്ട്. അതുപോലുള്ള യോഗ ആൻഡ് Thai as practices that integrate physical, mental and spiritual well-being. നമുക്ക് ഈ ഫിസിക്കൽ പ്രാക്ടീസിൽ കൂടെയും നമുക്ക് ഇതിനൊരു യൂണിവേഴ്സൽ കോൺഷ്യസിനെ കാണാനുള്ള ഈ പറയുന്ന എല്ലാ ആസ്പെക്റ്റുകളും നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ഇതിൻ്റെ മെൻ്റൽ പ്ലെയിനിലേക്കുള്ള ഒരു നോട്ടമാണ്. നമ്മുടെ എങ്ങനെയാണ് യൂണിവേഴ്സൽ കോൺഷ്യസിൽ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ തലം നമ്മൾ നോക്കി, ഫിസിക്കൽ പ്ലെയിൻ നോക്കി. അത് കഴിഞ്ഞിട്ട് ഇനിയും ഇതിൻ്റെ മെൻ്റൽ തലത്തിലേക്ക് നമ്മുടെ തോട്ട് ആൻഡ് പെർസെപ്ഷൻസ്, നമ്മുടെ ഈ ചിന്തയും കാഴ്ചപ്പാടും, നമ്മുടെ കോഗ്നിറ്റീവ് റിലേഷൻഷിപ്പ് എന്ന് പറയും. വിശാലമായ ബോധം നമ്മുടെ ചിന്തകളെയും കാഴ്ചകളെയും എങ്ങനെ സ്വാധീനിക്കുന്നുള്ളത് നമ്മുടെ കോഗ്നിറ്റീവ് ഇന്റർകണക്റ്റഡ്നെസ് ആണ്. അടുത്തതാണ് മെൻ്റൽ പാറ്റേൺസ്, റെക്കഗ്നൈസിങ് ആൻഡ് ട്രാൻസ്ഫോമിങ് നെഗറ്റീവ് മെൻ്റൽ ഹാബിറ്റ്സ്. അപ്പോൾ ഇത് നമ്മുടെ മെൻ്റൽ ഹാബിറ്റ്സിനെയൊക്കെ നമ്മളിത് വളരെയധികം എങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളത് സ്ട്രക്കായോ? ബ്രേക്ക് ആയിപ്പോയി. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഔറോളജി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ ഇതിനു മുമ്പ് കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലോകബോധവും വ്യക്തികളിലുള്ള സ്വയബോധവുമായി ബന്ധപ്പെട്ട് കുറേ പഠനങ്ങൾ നമ്മൾ നടത്തിയിരുന്നു സ്പിരിച്വാലിറ്റിയുടെ തലത്തിൽ. സാർ വിളിക്കുന്നുണ്ട്. ഹലോ. സാറ് സിസ്റ്റം ഒന്ന് ഹാങ് ആയതോ? ആർക്കാണ് ഇതിനകത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയൂ. നമ്മളുടെ സെൽഫ് അവയർനെസ്സിന്റെ തലവും അതുപോലെ തന്നെ നമ്മളെ ഘടാകാശം മേലാകാശം എന്നൊക്കെ പറയുന്ന പോലെ വേൾഡ് കോൺഷ്യസ്നെസ്സും നമ്മുടെ നമ്മളിലുള്ള സ്വത്വബോധവും തമ്മിലുള്ള കണക്ടിവിറ്റി, അത് അകന്നകന്ന് അടുത്തടുത്ത് വരുന്നതിന് നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയും. അകന്നകന്ന് പോകുമ്പോൾ നമ്മളതിനെ ലൗകികത എന്നൊക്കെ പറയും. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാമോ? നമ്മളിങ്ങനെ പറയുമല്ലോ, ഈ സ്പിരിച്വാലിറ്റിയും നമ്മുടെ മെറ്റീരിയൽ ലൈഫും തമ്മിൽ ഇഴപിരിയാതെ പോകണമെന്നാണ് പറയുന്നത്. രണ്ടും പരസ്പരം മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഒന്നിനൊന്ന് അനുകൂലങ്ങളായിട്ട് തന്നെ പോകണം. പലപ്പോഴും നമ്മൾ ഇങ്ങനെ വിചാരിക്കും സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നോർമൽ ലൈഫില്ല, മറ്റൊരു രീതിയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അത് തമ്മിൽ ഒരു വലിയ കണക്ഷനുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ പെർസ്പെക്റ്റീവിലുള്ള കണക്ഷൻ എന്നുള്ളതിനേക്കാളും വലുതായിട്ട് അത് തമ്മിലൊരു കണക്ഷനുണ്ട്. ആ കണക്ഷൻ എത്രമാത്രം പെർഫെക്റ്റ് ആണോ അത്രമാത്രം ഒരു സ്പിരിച്വാലിറ്റിയുടെ അല്ലെങ്കിൽ ഒരു
ലൈഫ്, ഒരു ഹാപ്പി ലൈഫ് നമ്മളിലേക്ക് കടന്നു വരും. ഇവിടെ മിനിമലിസം ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ കോൺസെപ്റ്റുകളും കൂടി ഇതിൻ്റെ അകത്ത് കണക്റ്റഡ് ആണ്. ഓമന ടീച്ചർ എന്തെങ്കിലും പറയുന്നു? ഇച്ചിരി കൂടുതലല്ലേ? എന്നാ റോയ് സാർ പറയും. സാർ അൺമ്യൂട്ട് ചെയ്യും. സാറേ, എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങൾ പറയാനില്ല. ഞാനിത് കേട്ട് മനസ്സിലാക്കാൻ തുടങ്ങുമായിരുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, ഗോകുമാർ സാർ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും? സാർ ഇപ്പം തന്നെ എത്തും. നമുക്ക് ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് പോകാം എന്ന് മാത്രം. ലൗകിക ജീവിതവും ആധ്യാത്മിക ജീവിതവും തമ്മിലുള്ള കണക്ടിവിറ്റിയെ കുറിച്ചാണ്. ഗോകുമാർ സാർ. എനിക്ക് റോയ് സാർ പറഞ്ഞ പോലെ പറയാനുള്ളത് അത്രയേ ഉള്ളൂ. നല്ല ക്ലാസ് ആണ്, മനസ്സിലാക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാലേ നമ്മൾ യേശുക്രിസ്തു പറയത്തില്ലേ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്ന പോലെ. അയൽക്കാരനെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. നമ്മളെ സ്വയം അറിയുക. നമ്മുടെ അറിവാണ് മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അറിവ്. പക്ഷെ മറ്റ് പല സ്ഥലങ്ങളിലും എത്ര കൂടുതൽ അറിയുന്നുവോ അത്രമാത്രം നമ്മൾ പ്യൂരിറ്റി കൈവരിച്ചു. നമ്മൾ എത്ര നമ്മളെക്കുറിച്ച് കുറച്ചാണോ അറിയുന്നത് അത്രമാത്രം നമ്മൾ ഇമോഷണലി ബ്ലാക്ക് ഔട്ട് ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മുടെ അറിവ് ആരെയും ഏത് സാഹചര്യങ്ങളെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുക. അങ്ങനെയല്ലേ നമ്മൾ സന്യാസിമാർ എന്നൊക്കെ പറയുന്നത്. അവർക്ക് എത്ര തരത്തിലുള്ള പുറത്തുനിന്നുള്ള ഏതൊക്കെ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടായാലും അവർ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും, ശാന്തമായി നിൽക്കും. എക്സ്ക്യൂസ് മീ സർ, കരോള് വരുന്നുണ്ട്, അതാ ഞാൻ. ഓക്കെ, മാനേജ് ചെയ്തു. ശരി, ഓക്കെ. അപ്പൊ അതാണ് അതിന്റെ പാർട്ട്. അപ്പൊ ആ പാർട്ടിലേക്ക് എത്രമാത്രം നമുക്ക് എടുക്കാൻ പറ്റും, നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നതനുസരിച്ച് നമുക്ക് മറ്റുള്ള ചുറ്റുപാടുകളെ അറിയാൻ പറ്റും. നമ്മൾ പറയും ഘടാകാശം മേലാകാശം എന്നൊക്കെ പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു കുടത്തിനകത്തുള്ള, സാർ ആദ്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു, ഒരു കുടത്തിനകത്തും കുടത്തിനകത്തുള്ളതും കുടത്തിന് പുറത്തുള്ള ആകാശവും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ്. നമ്മളൊരു കടലിലെ ഒരു വെള്ളം ഒരു കപ്പിലെടുത്താൽ അത് കടൽ വെള്ളവുമായിട്ട് വ്യത്യാസം ഇല്ലാതാകുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ അതിൻ്റെ കണ്ടെയ്നർ വ്യത്യാസം ഉണ്ടെന്നോ വ്യത്യാസം ഉണ്ടെന്നോ ഏത് പാത്രത്തിലാണോ വെള്ളം ഇരിക്കുന്നത് ആ പാത്രത്തിന്റെ ഷേപ്പ് ആവുന്നേ ഉള്ളൂ. വെള്ളത്തിന് മാറ്റമൊന്നുമില്ല. നമ്മളിൽ നമ്മളുടെ ഈ പറയുന്ന വേൾഡ് കോൺഷ്യസ്നെസ്സിനുണ്ടാകുന്ന ചേഞ്ചസ് ആണ് സത്യത്തിലെ രണ്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇല്ലേ എല്ലാ ഇതിലും പറഞ്ഞില്ലേ, അനേക ജന്മങ്ങളിലൂടെ നമ്മൾ സുഹൃതം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ ആ യഥാർത്ഥത്തിലുള്ള വേൾഡ് കോൺഷ്യസിലേക്ക് നമ്മൾ അടുത്ത് വരുന്നു എന്നുള്ളതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടോ? എനിബഡി എൽസ്? അനുഭവങ്ങൾ ചെറുതാണെങ്കിലും നമ്മൾ പറഞ്ഞു വരുമ്പോൾ ശരിയാവും. ഒരിക്കലും ഒന്ന് പറയാനൊരു അവസരം കിട്ടുമ്പോൾ പറയാം. അബ്ദുൽ ബാരി സാർ, can you do something? ജോർജ് സാർ. ഇവിടെ സാർ പറഞ്ഞ പോലെ ഏരിയകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സെൽഫ് അവയർനെസ്സിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ നമ്മൾ IQ എന്നൊക്കെ പറയുന്ന പോലെ ഇമോഷണൽ കോഷ്യന്റിനൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾ എപ്പോഴും അതിനനുസരിച്ച രീതിയിലേക്ക് നമ്മൾ അറിയാതെ ആകർഷിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മൈൻഡ്ഫുൾനെസ്, ഇൻട്രോസ്പെക്ഷൻ, ഇതെല്ലാമാണ് സെൽഫ് അവയർനെസ്സിന്റെ പ്രധാനപ്പെട്ട തലങ്ങൾ. അപ്പൊ ഇത് എത്രമാത്രം ഉണ്ടോ? ജോർജ് സാർ വരുന്നുണ്ട്. താങ്ക് യു സർ. സാറേ, ഇത്തരം ദാർശനിക ബോധമൊക്കെ വാസ്തവത്തിൽ ഈ അവനവനിസത്തിന്റെ കാലത്ത് ഉണ്ടാകുമോ? ഉണ്ടാകുന്നെങ്കിൽ അത് വലിയ തിരിച്ചറിവാണ്. അത് ഒരു തരം ബോധോദയമാണ്, ഒരു തരം റീബർത്താണ്. അത് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുള്ളത് കൊണ്ടാണ് ഈ നാട് നിലനിന്ന് പോകുന്നതെന്ന് കരുതാം.
പക്ഷെ ഞാൻ ഇപ്പൊ അത് ഈ ക്ലാസ്സിനിടയിൽ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. രാജ്യങ്ങൾക്ക് ഈ സ്വാർത്ഥത, മറ്റുള്ളവരെ കുറിച്ച് ചിന്തയില്ല. ഇവിടെ പ്രപഞ്ചത്തിലെ സർവ്വതും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരർത്ഥത്തിൽ മനോജ് സാർ സൂചിപ്പിച്ചു. എല്ലാം എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, ഒന്നൊന്നിനെ മാനിച്ചും ഡിപ്പെൻഡ് ചെയ്തുമാണ് കഴിയുന്നതെന്ന്. പക്ഷേ രാജ്യങ്ങൾ അങ്ങനെയല്ല, മതങ്ങൾ അങ്ങനെയല്ല, ജാതികളും ഉപജാതികളും എല്ലാം പരസ്പരം, സംഘടനകൾ, സ്ഥാപനങ്ങൾ, വ്യക്തികളും ഒക്കെ മത്സരത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇതിന്റെ അടിസ്ഥാനം ഇത്രേ ഉള്ളൂ സാറേ. ഈ ലോകത്തിലുള്ള ഒന്നിനും ബോധമില്ല എന്ന് പറഞ്ഞു വെക്കുകയും മനുഷ്യന് ബോധമുണ്ടെന്നും ആ ബോധമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതും എന്നുള്ളതാണ് പ്രോബ്ലം. അതെ അതെ, മറ്റുള്ളവരൊക്കെ ഇതിനേക്കാൾ കൂടുതൽ മാനിക്കുന്നെങ്കിൽ മനുഷ്യൻ മാത്രം നേരെ മറിച്ച് പെരുമാറുന്നു, ചിന്തിക്കുന്നു. ബോധം കൂടിപ്പോയിട്ടുണ്ട്. അതാ ഓടിപ്പോയി അല്ലേ? ഒന്നോർത്ത് നോക്കി, ഈ ലോകത്ത് മുഴുവൻ പട്ടിണി മാറി എത്ര സുഖമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങൾക്കുള്ള പൈസ കഴിഞ്ഞ ഒരു 1-2 വർഷം കൊണ്ട് തന്നെ 2 യുദ്ധങ്ങളിലൂടെ എത്രമാത്രം നഷ്ടവും കഷ്ടവുമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ആര് ചിന്തിക്കാൻ, ആരോട് പറയാൻ? സഹിക്കാതെ തന്നെ. അല്ല, ഇതിനൂടെ പ്രസക്തി ഒന്നുമില്ല ഈ പറയുന്നത് പോലും. പക്ഷെ എന്നാലും മനസ്സിലങ്ങ് തോന്നി പറഞ്ഞു പോയതാ. അത് ഈ തിരിച്ചറിവ് തന്നെയാണ് സാറേ. നമ്മളെ ബുദ്ധനെ കുറിച്ച് പറഞ്ഞില്ലേ? ഇപ്പൊ ബോധോദയമുണ്ടായ ബുദ്ധന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൗനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. ശാന്തമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഇത് നമുക്കൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ ഞാനിതൊക്കെ പറയുമ്പോഴും നമുക്കൊന്നും സാഹചര്യങ്ങളുടെ ആ തള്ളലില് ഈ പറയുന്ന തത്വമൊക്കെ എല്ലാം പോകും, നമ്മൾ എല്ലാം പോകും. സാധാരണ അത് സാഹചര്യം മുഴുവൻ, എൻവയോൺമെന്റ് മുഴുവൻ ആ പ്രഷറിലാണല്ലോ സാറേ നിൽക്കുന്നത്. ആർക്കും അതിൽ നിന്ന് മോചനമില്ല സത്യത്തിൽ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ജയിക്കാതിരിക്കാൻ പറ്റത്തില്ല സാറേ. വിട്ടുകൊടുക്കാനോ അല്ലെ തോറ്റു കൊടുക്കാനോ ഒന്നും മനുഷ്യന് പറ്റത്തില്ല. അത് തിയറി ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ മനുഷ്യൻ പോകുന്നിടത്തല്ല ഈ പ്രശ്നം. ഇപ്പൊ ഏത് ആധ്യാത്മിക തലം നോക്കിക്കോളൂ, എത്ര ഹയർ ലെവലിലുള്ള ആധ്യാത്മിക തലത്തിലേക്കും കൂടുതൽ അടുത്തെത്തുമ്പോൾ നമ്മളുടെ ആ സ്പിരിച്വാലിറ്റി നഷ്ടപ്പെട്ടു പോകും. അടുത്തേക്ക് ചെല്ലുന്തോറും അതെ, നമുക്കത് നഷ്ടപ്പെട്ടു. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് അവസാനം ചെന്ന് ചേരുന്നത്. അതിന് ഒരു എന്തെല്ലാം മറയാണ് ഇതൊക്കെ, എല്ലാത്തിനും ഒരു മറ വേണം. അപ്പോൾ സംസ്കാര സമ്പന്നത അതുപോലെയുള്ളത് ആണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സ്വാർത്ഥത എല്ലാം ഒളിച്ചു വയ്ക്കും. അല്ല, അതാണ് ഈ ദൈവം എത്ര മനോഹരമായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും ഇത്ര ബലഹീനനായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് മനുഷ്യന്റെ എന്നുള്ളതാണ് സത്യം. ഇപ്പൊ രോഹിത് സാറ് പറഞ്ഞപ്പോ അവർക്ക് അൻസാരി സാറ് പണ്ട് പറയാറുണ്ടല്ലോ, എന്താണ് മൊറാലിറ്റി എന്ന് പറയുന്നത്, ഓപ്പർച്യൂണിറ്റിയുടെ ഡിപ്പെൻസ് അപ്പോൺ ഓപ്പർച്യൂണിറ്റി എന്ന് മറ്റോ പറഞ്ഞ പോലെ. അത്രേ ഉള്ളൂ, അത്ര തന്നെ. അതാണ് നമ്മളുടെ എന്തായാലും മനോജ് സാറ് ഒത്തിരി ഹോംവർക്ക്, ഒത്തിരി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു ഇത്രയും ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി. സാറിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. പറ്റുന്നില്ലെന്ന് തോന്നുന്നു. സാറേ ഇടയ്ക്ക് മെസ്സേജ് അയച്ചു, ഞാനൊന്ന് വിളിക്കട്ടെ.
ഓക്കെ, അപ്പം സാറിന്റെ സിസ്റ്റത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഈ ക്ലാസ് ഇങ്ങനെ അവസാനിപ്പിക്കാം. സാർ പറഞ്ഞ ഫണ്ടമെന്റൽസ് ഓഫ് വേൾഡ് കോൺഷ്യസ്നെസ് ആൻഡ് സെൽഫ് അവെയർനെസ് ആണ്. ഇത് സത്യം രണ്ടും ഒന്നാണെങ്കിലും ഈ പറഞ്ഞ പോലെ കണ്ടെയ്നറിന്റെ വ്യത്യാസമാണ് പലപ്പോഴും ഈ വേൾഡ് കോൺഷ്യസ്നെസ്സിനെ നമ്മളുടെ കയ്യിലുള്ള കോൺഷ്യസ്നെസ് അല്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ചുറ്റുപാടുകൾ, മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിയിലുള്ള പ്രത്യേകതകൾ, സ്വാഭാവികമായിട്ടുള്ള ബുദ്ധി വൈഭവം, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, മനുഷ്യന്റെ എന്താ പറയുന്ന അത്യാഗ്രഹം, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഒരു ഫാക്ടറാണ്. അപ്പൊ ഇതെല്ലാം തിരിച്ചറിയുമ്പോഴാണ് അല്ലേ എല്ലാ സന്യാസിമാരും അല്ലെങ്കിൽ എല്ലാ സെയിൻസും ഒക്കെ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വയം അവരിലേക്ക് ചുരുങ്ങുമ്പോഴാണ് സത്യത്തില് നമ്മൾ ഈ പറയുന്ന വേൾഡ് കോൺഷ്യസ്നസുമായിട്ട് അലയൻസിലെത്തുന്നത്. വളരെ കൊച്ചുകുട്ടി, ജനിച്ചു വീഴുന്ന ഒരു കൊച്ചുകുട്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് കേട്ടിട്ടുണ്ട്, ഒരു കളങ്കവുമില്ല. പക്ഷെ സാവകാശം ഈ പറയുന്ന ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ ചേർന്ന് വരുമ്പോൾ അവിടെ കളങ്കത്തിന്റെ ഒരു വലിയ കൂടൽ കയറി വരും, അല്ലെങ്കിൽ ഒരു ചേർച്ച കൂടി വരും. അങ്ങനെ ഈ പറയുന്ന വേൾഡ് കോൺഷ്യസ്നെസ്സുമായിട്ടുള്ള അലയൻസ് നഷ്ടപ്പെടും. എല്ലാ സ്പിരിച്വാലിറ്റി, എല്ലാ മതങ്ങളും പറയുന്നത് ഈ വേൾഡ് കോൺഷ്യസ്നെസ്സിലേക്ക് അലയൻസ് ആകാൻ, അല്ലെങ്കിൽ നമ്മൾ നിത്യതയിൽ എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ പറയും സുഹൃതം, ആ ദൈവത്തോട് ഈശ്വരനോട് അലിഞ്ഞു ചേരുന്നു എന്ന് പറയും. പക്ഷെ ഇത് അലിഞ്ഞു ചേരണമെങ്കിൽ ശരീരം എന്തായാലും ഒഴിഞ്ഞു പോയേ പറ്റും. അതിനുശേഷം നമ്മൾ റിലീജിയസ് സ്റ്റഡികളൊക്കെ പഠിക്കുമ്പോൾ ശരീരം പോയാലും ഓർമ്മകളും ഈ പറയുന്ന ആത്മാവുമെല്ലാം എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, എങ്കിലും ഈ എക്സിസ്റ്റൻസിൽ നമ്മൾ താതാത്മ്യപ്പെടാൻ പറ്റാത്ത അവസ്ഥ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അലൈൻഡ് ആകത്തില്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഹിന്ദുമതത്തിലൊക്കെ പറയുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടിയിരിക്കും. അങ്ങനെ ഒരൊറ്റ ജന്മം കൊണ്ട് ഈ പറയുന്ന അലയൻസിലേക്ക് എത്താൻ പറ്റുമ്പോഴാണ് അതൊരു ലൈഫായി മാറും. ഇല്ലെങ്കിൽ പല ജന്മങ്ങളിലേക്ക് പോകുമെന്നൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെയൊക്കെ സ്ഥിരീകരണങ്ങളൊന്നും ക്ലിയർ അല്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമേ നമ്മൾ സുഖകരമായി ഈ രീതിയിൽ മനുഷ്യനായി ജീവിക്കുന്നുള്ളൂ എങ്കിൽ അത് കൃത്യമായി ശ്രദ്ധയോടെ ഈ പറയുന്ന പ്രകൃതിയുടെ നിയമങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു നല്ല സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു ശ്രദ്ധയുടെ പാർട്ടാണ്, ജാഗ്രതയുടെ പാർട്ടാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അതിനുശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സാറേ പറഞ്ഞ അവസാനം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ പിറന്നു വീഴുന്ന കുട്ടിയിലുണ്ടാകുന്ന ഒരവസ്ഥയും ജീവിത സാഹചര്യങ്ങളിലൂടെ അക്വയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുമാണ് ഇതിനകത്ത് കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. പക്ഷേ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള മനുഷ്യന്റെ താല്പര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അത് സ്ഥാപിച്ചെടുക്കാനും മറ്റതിനുള്ള കഴിവുകൾ എല്ലാവർക്കും ഇല്ല എങ്കിലും അങ്ങനെ കഴിവുള്ളവരുടെ ഇത് കോൺഷ്യസ്നെസ്സും അവരുടെ ഇതുമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അത് എപ്പോഴും ഇല്ലെങ്കിലും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമ്മൾ വിശദമായിട്ട് നോക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വലിയ പാടാണ്. പറഞ്ഞു കേട്ടല്ലോ, ഇപ്പോൾ സിവിൽ വാർസും അതുപോലെ തന്നെ ഇതൊക്കെ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ എവിടെയായി കിടക്കുന്ന അവരുടെ എല്ലാം സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ബലിയാടാക്കൂല്ലേ. നിരപരാധികളായ ആൾക്കാരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആവുക. അപ്പൊ അവിടെ എല്ലാം പ്രാധാന്യം കൊടുക്കുന്നത് എങ്ങനെ? അവരുടെ താല്പര്യങ്ങളെയാണ് കയറി പിടിക്കുന്നത് അവരെടുത്ത് സാധാരണക്കാരനാണ്. അപ്പൊ ഇവിടെ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കുക ഈ കാര്യത്തിൽ? യൂണിവേഴ്സൽ കോൺഷ്യസ് വെച്ചാൽ നമുക്കൊക്കെ ഷെയർ ചെയ്ത് കിട്ടിയിട്ടുള്ള കിട്ടുന്നുള്ളൂ. പക്ഷെ അത് കിട്ടുമ്പോൾ ഇതാണെന്ന് നമ്മൾ ധരിക്കും. പക്ഷെ കുറെ കഴിയുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ നമ്മൾ വരുക.
ഇപ്പൊ ഇപ്പൊ നമ്മള് ഒരു ചെടിയുടെ ഇലയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഓക്സിജൻ അത് പ്യുവർ ഫോമില. അതെ, അത് അറ്റ്മോസ്ഫിയറുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് മ്യൂട്ടേറ്റഡ് ആയി മാറും. മാറുന്നു പല രീതിയിലെ പൊടികൾ അത് നമ്മൾ ശ്വസിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചലഞ്ചസ് എന്തൊക്കെയാണോ നമുക്കുള്ളത് ആ രീതിയിലാണ് ഈ പറയുന്ന വേൾഡ് കോൺഷ്യസ്നസ് നമ്മുടെ കോൺഷ്യസ്നസ് നമ്മൾ വ്യത്യാസം വരുന്നത്. നമ്മൾ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനെയൊക്കെ സൗകര്യാർത്ഥം മാറ്റുന്നു, മറിക്കുന്നു. അപ്പോൾ അവിടെ സാറ് പറഞ്ഞ പോലെ ഈ സെൽഫിഷ്നെസ് ഒക്കെ അതിൻ്റെ അകത്ത് വരും. പിന്നെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത അതാണ്, ബുദ്ധിവൈഭവം. നമ്മളെല്ലാവരും പലരുടെയും കീഴിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് പിൻപേ പോകുന്നതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ്. നമുക്കത്രയും പവറില്ല. പവറുള്ളവരുടെ പുറകെ നമ്മൾ പോകുമ്പോൾ ഇച്ചിരി ഒരു കംഫർട്ടായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഒരു കംഫർട്ട് സോണിൻ്റെ ഇഫക്റ്റ്. പക്ഷേ ശ്രീബുദ്ധനൊക്കെ അത് കിട്ടി എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിച്ച് അവസാനം എത്തിത്തീരുന്ന ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. സാറെ കിട്ടിയെങ്കിൽ പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. ഒക്കുന്നില്ല, മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കത്തില്ല. പറ്റത്തില്ല. കുറെ പേര് അതൊക്കെ വിശ്വസിച്ച് കൂടുവാന്നേ. അല്ല, ഞാൻ സ്വർഗത്തിലെത്തുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന്. അപ്പൊ അത്ര കോംപ്ലക്സ് ആയിട്ടുള്ള സാധനമാണത്. cannot be defined. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച്. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വിൻഡപ്പ് ചെയ്യാം. നാളെ നമുക്ക് കഥയിലുമുണ്ടൊരു കാര്യം. നാളെ നമ്മൾ പ്രധാനമായിട്ട് കഥ എന്ന് പറയുമ്പോൾ അജന്ത എല്ലോറ കേവ്സിൽ പോയ ഒരു യാത്രയുടെ ഒരു പുനരാവിഷ്കരണമാണ്. അതൊരു കഥ പോലെ നമുക്ക് കേൾക്കാം. കുമാർ സാറല്ല, വേണുഗോപാൽ സാറിൻ്റെ സാറിൽ നിന്ന് നമുക്ക് സാറിൻ്റെ ഒരു യാത്രാ വിവരണമാണ്. അതാരാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നൊന്നും ചരിത്രങ്ങളില്ല, ആരോ അത് കണ്ടുപിടിക്കപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ യാത്രാവിവരണങ്ങളായിട്ട് നമുക്ക് നാളത്തെ കഥയിൽ കേൾക്കാം. അബ്ദുൽ ബാരി സാറേ, നമസ്കാരം. നമസ്കാരം സാറേ. ഞാൻ ഈ മാപ്പ് ഓഫ് കേൾക്കുന്നുണ്ടോ സാറേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. സാറേ, ഈ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസിന്റെ ഒരു തിയറി ഉണ്ട്. അതില് ഈ 17 ഐറ്റമായിട്ട് പാർട്ടി തിരിച്ചിട്ടുണ്ട്. ഏറ്റവും താഴ്ന്ന തലത്തില് ഷെയിം എന്നും, പിന്നെ ഗിൽറ്റ്, ആപത്തി, ഗ്രീഫ്, ഫിയർ, ഡിസയർ, ആങ്കർ, പ്രൈഡ്, അതൊക്കെ കഴിഞ്ഞ് കറേജിലേക്കും ന്യൂട്രാലിറ്റിയിലേക്കും വില്ലിങ്നെസ്സിനെയും അക്സെപ്റ്റൻസും റീസണും ലവ്, ജോയ്, പീസ്, എൻലൈറ്റൻമെന്റ്, ഈ ലെവലിലേക്ക് ഉള്ള ഒരു പഠനം നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ താഴെ ലെവലിലുള്ള ഒരു പിന്നെ മനുഷ്യന്റെ പല ഈ പ്രതിഭാസങ്ങളിലൂടെയും ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളിലൂടെയും അവൻ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നത് കൊണ്ട് അവന്റെ ഇന്നർ മൈൻഡിലേക്ക് നോക്കാനോ കാണാനോ സാധിക്കാത്തത് കൊണ്ട് അവന്റെ പീസ് എന്ന് പറയുന്നത് പോയി, ലവ് അത് ഷെയിമാണ് ആദ്യം. 20% ഷെയിം, 30 ആവുമ്പോ ഗിൽറ്റ്, 50 എന്ന് പറയുമ്പോ അപതി, 75 ഗ്രീഫ്, 100 എന്ന് പറയുന്നത് മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്, 100 എന്ന് പറയുന്ന ഫിയർ, 125 ഡിസയർ, 150 ആങ്കർ, 175 പ്രൈഡ്, 200 കറേജ്, 250 ന്യൂട്രാലിറ്റി, 300 വില്ലിങ്നെസ്, 350 അക്സെപ്റ്റൻസ്, 400 റീസൺ, 500 ലവ്, 540 ജോയ്, 600 പീസ്, 700 മുകളിൽ എൻലൈറ്റൻമെന്റ്. ഇതൊരു പുസ്തകത്തിലുള്ളതാണ് സാർ, മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്, ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസ്. അപ്പോ ഇതൊരു വലിയ ഒരു തലമാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് ഇനി ക്ലാസ്സിൽ സാറ് വിളിക്കണം, മറ്റേ സാറിനെ വിളിച്ച് കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ചർച്ച ചെയ്യാം. തീർച്ചയായും സാറേ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ സാറേ, ക്ലാസ് ഒക്കെ എടുക്കുമെങ്കിൽ ഇടയ്ക്ക് വന്ന് ക്ലാസ് ഒക്കെ എടുക്കണം. ചെയ്യാം. ഓക്കെ, തീർച്ചയായും. സോ ഓക്കെ, താങ്ക് യു. നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. പ്രത്യേകിച്ച് അബ്ദുൽ ബാരി സാറിൽ നിന്ന് അതിൻ്റെ ആ ഒരു ലോവറിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകുന്ന ട്രാൻസിഷൻസ് വളരെ കൃത്യമായിട്ട് കേൾക്കാനുള്ളൊരു അവസരവും നമുക്ക് കിട്ടി. എത്രമാത്രം സ്കോറോടുകൂടി അല്ലെങ്കിൽ ഉന്നതത്തിലേക്ക് പോകുമ്പോഴാണ്
ഈ പറഞ്ഞ എൻലൈറ്റ്മെന്റിലേക്കൊക്കെ എത്തുന്നതെന്നുള്ള കൃത്യമായ ബുക്കിലൂടെ. സോ വൺസ് അഗൈൻ താങ്ക് യു ഓൾ. നമുക്ക് വീണ്ടും കാണാം. സി യു ആൻഡ് ഗുഡ് നൈറ്റ്.